കോഴിക്കോട് തോരായിക്കടവിൽ തകർന്ന പാലത്തിന്റെ തുടർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കരാർ കമ്പനിയുടെ വീഴ്ച അന്വേഷിക്കണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് 24-നോട് പറഞ്ഞു. കരാർ കമ്പനിക്ക് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടില്ല എന്നതും നാട്ടുകാരുടെ ആക്ഷേപമാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയാണ്, കാത്തിരിപ്പാണ് ഇന്നലെ തകർന്നു വീണത്. നിർമ്മാണ കമ്പനിയുടെ അശ്രദ്ധയോ സൂക്ഷ്മതയില്ലായ്മയോ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇനിയും വ്യക്തമല്ല. കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാനായില്ല. ഇതിപ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ തകർന്നു വീഴുകയും ചെയ്തു. ഇനി എന്ന പാലം പണി പൂർത്തിയാകുമെന്ന ആശങ്കയിലാണ് തോരായിക്കടവ് നിവാസികൾ. സ്വപ്നം ഒരു സാക്ഷാത്കരിക്കാൻ പോകുന്ന നിമിഷത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏകദേശം ഈ കമ്പനിക്ക് 18 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലത്തിന്റെ പണി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഇതിന്റെ പണി തുടങ്ങിയിട്ട്. കരാർ കമ്പനിയുടെ കാര്യത്തിൽ മുൻവിധികൾ വേണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. നമുക്ക് നോക്കാം, റിപ്പോർട്ട് നമ്മളൊരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നില്ല. എന്തായാലും അതിനോടൊന്നും ഒരു കോംപ്രമൈസും ചെയ്യില്ല. കരാർ കമ്പനി കോടതി വഴിയാണ് കരാർ നേടിയെടുത്തതെന്നും വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിച്ച ശേഷം നിർമ്മാണം തുടർന്നാൽ മതിയെന്നുമാണ് ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട്. ഇവർ കോടതിയിൽ പോയിട്ടാണ് അവർ വർക്ക് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അനുഭവം കൂടി വന്നു ചേർന്നപ്പോൾ ഇത് കൃത്യമായി ഇതിൻ്റെ അന്വേഷണം നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതും അതുപോലെ തന്നെ കൃത്യമായാണോ ഇതിൻ്റെ വർക്ക് നടത്തുന്നതൊക്കെയുള്ള ഒരു അന്വേഷണം നടത്തി അതിനുശേഷം ബാക്കി പണി തുടങ്ങുന്നതായിരിക്കും നന്നാവാണെന്ന്. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് KSU വിജിലൻസിന് പരാതി നൽകി. പൊതുമരാമത്ത് വകുപ്പിനും PMR കൺസ്ട്രക്ഷൻസ് കമ്പനിക്കുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സമയബന്ധിതമായി പണി പൂർത്തിയാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിർമ്മാണം ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പണി പൂർത്തിയാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ആ നാട്ടുകാരുടെ വളരെ കാലത്തെ ആവശ്യമാണ് ഒരു പാലം എന്നത്. ഈ പാലം നിർമ്മാണം യാഥാർത്ഥ്യമാക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവരുടെ പ്രതികരണങ്ങളാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് ആകുമ്പോഴേക്ക് ഇത് പൂർത്തീകരിക്കുമെന്ന് വിചാരിച്ചാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അടുത്ത വീട്ടുകാരാണ് ഞങ്ങളൊക്കെ, ഈ പാലത്തിൻ്റെ അടുത്ത വീട്ടുകാരാ, അടുത്ത നാട്ടുകാരും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ പ്രയാസങ്ങളുണ്ട്. ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്കൊക്കെ, എന്നിരുന്നാലും വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ ഇതിനെ കാത്തു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ, ഈ നിർമ്മാണ കമ്പനിയുടെ അശ്രദ്ധ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളെ ഒരുപാട് വർഷത്തെ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിനൊക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്തമില്ലായ്മയാണ് കമ്പനിക്ക് വരുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ 1.5 കൊല്ലമായി പണി നടക്കുന്നത്. ഇവിടെ അങ്ങനെ എപ്പം വന്നിട്ട് ഒരു മേൽനോട്ടൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.